നമസ്കാരം. മഹാരാഷ്ട്രയിലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. ഈ വർഷവും വീണ്ടും എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് കാണാം. തീർത്ഥയാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മഹാലക്ഷ്മി ദേവിയുടെ ഒരു ക്ഷേത്ര വിശേഷങ്ങളാണ് കാണിക്കുന്നത്. മുംബൈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരു വനപ്രദേശത്താണ് ഈ മഹാലക്ഷ്മി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആൾക്കാർ താമസിക്കുന്ന വനമേഖലയാണ്. ഗുജറാത്തിനോട് ഏതാണ്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. വളരെ ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ഐതിഹ്യവും മറ്റും കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സാധന സാമഗ്രികൾ, ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനുള്ള സാധനങ്ങൾ വളരെ ഭംഗിയുറ്റതായിട്ട് വിൽക്കപ്പെടുന്ന കടകൾ ധാരാളമുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അത്യപൂർവമായിട്ടുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതായത് വിശേഷ ദിവസങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് നൽകുവാനുള്ള ആമ്പൽപ്പൂവ്, താമരപ്പൂവ് എന്നിവയൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പടികൾ ഇറങ്ങി താഴോട്ടാണ്. മലയുടെ മുകളിലാണ് ക്ഷേത്രം ഏതാണ്ട് സ്ഥിതി ചെയ്യുന്നത്. താഴോട്ടുള്ള പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഭംഗി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് രണ്ട് വശത്തുമായിട്ട് നിൽക്കുന്ന വിളക്കുമാടങ്ങൾ ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. നമ്മുടെ കേരളീയ വാസ്തുശൈലിയിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള വിളക്കുമാടമാണ് രണ്ട് വശത്തുമായിട്ട് ക്ഷേത്രത്തിന് മുൻവശത്ത് നിൽക്കുന്നത്. ആയി മഹാലക്ഷ്മി എന്നാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് എഴുതി വച്ചിരിക്കുന്നത്. മഹാലക്ഷ്മി ഭഗവതിയെ ധനത്തിൻ്റെ ദേവതയായിട്ടാണ് നാം കരുതുന്നത്. ധനവർദ്ധനവിനും സർവ്വവിധ ഐശ്വര്യത്തിനുമായിട്ട് ഇവിടെ വിശേഷപ്പെട്ട വഴിപാടുകളുണ്ട്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആ ഭക്തൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും കാമനകളും പൂർത്തിയാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ക്ഷേത്രത്തിൽ തന്നെ ചെറിയ ചെറിയ ഉപദേവതാ വിഗ്രഹങ്ങളും ധാരാളമായി ഉണ്ട്. ഇവിടുത്തെ അന്നദാനവും വളരെ പ്രശസ്തമാണ്. വീണ്ടും വീണ്ടും ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുംബൈയിലെ ഠാണുവിലുള്ള ഈ മഹാലക്ഷ്മി ക്ഷേത്രം. മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ഇതിൻ്റെ മുൻപിലായിട്ട് രണ്ട് കമ്പവിളക്കുകൾ. നല്ല രാത്രിയിൽ വളരെ ഭംഗിയാണ് ഈ വിളക്കുകൾ കത്തി നിൽക്കുന്നത് കാണാനെന്നാണ് പറയുന്നത്. രാത്രി ഇവിടെ വന്നിട്ടില്ല, എന്നിരുന്നാലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോയും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ക്ഷേത്രം ഭയങ്കര ഫുള്ള് മാർബിളിലാണ് ഈ ക്ഷേത്രം തീർത്തിരിക്കുന്നത്. ഒരു അകത്തൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അകത്ത് വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകളാണ്. ദേവി മഹാലക്ഷ്മിയാണ്. എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരിക. എല്ലാവർക്കും മഹാലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.